അതെ ഗൈസ്, അവൻ തിരിച്ചു വന്നിരിക്കുകയാണ്. സി പി എമ്മിനകത്തെ പിണറായി വിമർശനം. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് സി പി എമ്മിനകത്ത് പിണറായി വിജയനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന നേതൃത്വത്തിലിരിക്കുന്ന ആളുകളെ കുറിച്ച് കാര്യമായിട്ടുള്ള വിമർശനങ്ങളൊന്നും ഉയർന്നിരുന്നില്ല. സ്വയം വിമർശനപരമായിട്ടുള്ള ഒരു പരിശോധന പാർട്ടി കമ്മിറ്റികളിലോ പാർട്ടി സമ്മേളനങ്ങളിലോ നടക്കുന്നില്ല എന്ന രീതിയിലുള്ള വലിയ പ്രതികരണങ്ങളാണ് വന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്ന ജില്ലാ നേതൃയോഗങ്ങളിൽ പിണറായി വിജയനെതിരെയും സംസ്ഥാന നേതൃത്വത്തിനെതിരെയും അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. 10 വർഷം ഇതിനെക്കുറിച്ച് ഒരു മിണ്ടാട്ടവും ഉണ്ടാവാതിരുന്ന പല അംഗങ്ങളും വലിയ രീതിയിൽ വിമർശനമായി മുന്നോട്ട് വരുന്നുണ്ട്. കാരണം ഒന്നേ ഉള്ളൂ, തെരഞ്ഞെടുപ്പിന്റെ ബലം വന്നു. തെരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയപ്പെട്ടു. 35 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയി LDF. വലിയ രീതിയിലുള്ള ഒരു നഷ്ടം CPM സംഭവിച്ചു. അപ്പോൾ ഇനി ഇതിനകത്തുള്ള അധികാര കേന്ദ്രങ്ങളിൽ വലിയ വ്യത്യാസം വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വിമർശനം എന്ന് പറയുന്നത്. ഇതിൽ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ വിമർശനം എന്ന് പറയുന്നത്, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഉയർന്നൊരു വിമർശനമായിട്ട് പറയുന്നത്. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ പറയുന്ന ഒരു കാര്യം, ഈ ജനവിധി പിണറായി വിജയനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കാനുള്ളതല്ല. പിണറായി വിജയനെ പൂർണ്ണമായിട്ടും തിരസ്കരിക്കുന്ന രീതിയിലുള്ള ഒരു ജനവിധിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പ്രതിപക്ഷത്തെ നേതൃത്വം നൽകുന്ന, പ്രതിപക്ഷത്തെ നയിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് തെറ്റായ ഒരു സന്ദേശം നൽകും എന്നാണ് ഒരു വലിയ വിമർശനം പിണറായി വിജയനെതിരെ വിടുന്നിട്ടുള്ളത്. മറ്റൊന്ന് ആസ് യൂഷ്വൽ MV ഗോവിന്ദനെതിരെയാണ്. MV ഗോവിന്ദൻ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ല എന്ന വിമർശനം പല ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ നിന്നും ഉണ്ടാവുന്നു. പ്രത്യേകമായിട്ട് പറയേണ്ട, അദ്ദേഹം പങ്കെടുത്ത കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും പങ്കെടുക്കുന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വരെ അത് വിമർശനമായി ഉയർന്നു. MV ഗോവിന്ദൻ എന്താണ് പറയുന്നത് എന്ന് MV ഗോവിന്ദൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. അത് പാർട്ടി ബന്ധുക്കൾക്കാണെങ്കിലും പാർട്ടി അനുഭാവികൾക്കാണെങ്കിലും പാർട്ടി അംഗങ്ങൾക്കാണെങ്കിലും പൊതുജനത്തിനാണെങ്കിലും മനസ്സിലാകാത്തൊരു സാഹചര്യമുണ്ട്. പലപ്പോഴും MV ഗോവിന്ദന്റെ വാക്കുകൾ വളച്ചൊടിക്കപ്പെടുന്നു. അതൊരു ശരിയായ രീതിയല്ല എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന് PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം. MV ഗോവിന്ദന്റെ പത്നിയായിട്ടുള്ള PK ശ്യാമള സ്ഥാനാർത്ഥിയായി വരുന്നതോട് കൂടിയിട്ട് തളിപ്പറമ്പ് മണ്ഡലത്തിൽ മാത്രമല്ല ഈ ഒരു MV ഗോവിന്ദൻ ഫാക്ടർ ഉണ്ടായത് എന്നാണ് പറയുന്നത്. തളിപ്പറമ്പ് മണ്ഡലത്തിന് പുറത്തേക്ക് കണ്ണൂർ ജില്ലയിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും അത് പ്രതിഫലിച്ചു എന്ന് പറഞ്ഞു. കല്യാശ്ശേരിയിലും മട്ടന്നൂരുമുള്ള CPM ലീഡ് കുറഞ്ഞത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കണ്ണൂർ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും അത് പ്രതിഫലിച്ചിട്ടുണ്ട്. എന്നാൽ സംസ്ഥാനം ഒട്ടുത്തേക്കും അത് അങ്ങനെ വന്നു എന്നാണ് അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടായി എന്നാണ് മൊത്തത്തിൽ പറയപ്പെടുന്നത്. കാരണം സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നു, സംസ്ഥാന സെക്രട്ടറി ഒഴിയുന്ന പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി MLA ആയിരുന്ന മണ്ഡലത്തിൽ അടുത്ത പ്രതിനിധിയായിട്ട് വരുന്ന സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണെങ്കിൽ അതൊരു തെറ്റായ സന്ദേശം നൽകുമല്ലോ. സ്വാഭാവികമായിട്ടും CPM-നകത്ത് നിലനിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സ്വജനപക്ഷപാതത്തിന് വലിയ രീതിയിൽ ഊർജം നൽകുന്ന ഒരു കാര്യമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വിജയരാഘവനായിരുന്നു പാർട്ടിയുടെ ആക്ടിംഗ് സെക്രട്ടറി. അന്നറിയാം, കോടിയേരി ബാലകൃഷ്ണൻ അസുഖം മൂർച്ഛിച്ചുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കുന്ന ഒരു സമയമാണ്. വിജയരാഘവൻ പാർട്ടി സെക്രട്ടറി ആയിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ഇരിങ്ങാലക്കുട ബിന്ദു എന്ന് പ്രഖ്യാപിക്കുന്നു. ഇരിങ്ങാലക്കുട ബിന്ദു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ വലിയ അത്ഭുതം പാർട്ടി മാധ്യമപ്രവർത്തകരുണ്ടാകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല, അവർ CPM തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്, മുൻ തൃശ്ശൂർ മേയറാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ചിരിയിരിക്കുന്നുണ്ട്. 2021 ബിന്ദു വിജയിച്ചു കയറി. അതിനുശേഷം മന്ത്രിസഭ രൂപീകരണം ഉണ്ടാകുമ്പോൾ പിണറായി വിജയനെതിരെയുള്ള ഏറ്റവും വലിയ വിമർശനം വരുന്നത്, പിണറായി വിജയന്റെ മകളുടെ ഭർത്താവായിട്ടുള്ള റിയാസിന് ഒരു പ്രത്യേക പോർട്ട്ഫോളിയോ കിട്ടുന്നു, മികച്ച പോർട്ട്ഫോളിയോ കിട്ടുന്നു, അദ്ദേഹത്തിന് മികച്ച പോർട്ട്ഫോളിയോ കിട്ടാൻ വേണ്ടിയിട്ട് മറ്റു പലരെയും തഴയുന്നു എന്നൊരു നെറേറ്റീവ് മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും ഉണ്ടാക്കി. അതിനെ സാധൂകരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. വളരെ മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിയ പല മന്ത്രിമാരും വിജയിച്ചിട്ടും അവരെ ക്യാബിനറ്റിലേക്ക് കൊണ്ടുവരാൻ പിണറായി വിജയൻ തയ്യാറായില്ല. അത് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും ഒക്കെ കാരണമായിരുന്നു. അതിന് പിന്നാലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ MV ഗോവിന്ദനും ഈ കളി കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പാർട്ടി അണികൾക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്ക് വരെ അതൊരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം MV ഗോവിന്ദൻ CPM പോളിറ്റ് ബ്യൂറോ അംഗമാണ്. ഇപ്പോൾ അദ്ദേഹം മുൻപ് സംസ്ഥാന സെക്രട്ടറിയുടെ അംഗമായിരുന്നു, കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു, ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഭാര്യ CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. PK ശ്യാമള ഇതിനകത്ത് മെറിറ്റ് ഇല്ലാത്ത ആളാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ CPM-നകത്ത് ഇതിനേക്കാൾ മെറിറ്റുള്ള ആളുകൾ ഉണ്ടായിരുന്നു. തളിപ്പറമ്പ് മണ്ഡലത്തിൽ N സുകന്യയെ പോലുള്ള ഒരുപാട് മുതിർന്ന അംഗങ്ങൾ ഉണ്ടായിരുന്നു. CPM ജില്ലാ സെക്രട്ടറിയുടെ അംഗമായിരുന്നു സുകന്യ, അവരെ പരിഗണിക്കായിരുന്നു.
ഈ എം വി ഗോവിന്ദന്റെ ഭാര്യയെ ഈ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ തുടർന്നാണ് ടി കെ ഗോവിന്ദൻ തളിപ്പറമ്പിൽ വിമതനായി മത്സരിക്കുന്നതും അദ്ദേഹം വിജയിക്കുകയും ചെയ്യുന്നത്. തളിപ്പറമ്പിൽ മാത്രം ഒതുങ്ങി നിന്നിട്ടില്ല. ഈ തളിപ്പറമ്പ് പയ്യന്നൂർ വിഷയം എന്ന് പറയുന്നത് വലിയ രീതിയിൽ പാർട്ടി അണികൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പയ്യന്നൂരിലെ വിഷയം എന്ന് പറയുന്നത് അത് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സി പി എമ്മുകാരനെ സംബന്ധിച്ച്, ഒരു പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ച് രക്തസാക്ഷി എന്ന് പറയുന്നത് വലിയ മാനങ്ങളുള്ള ഒരു പദമാണ്. ആ രക്തസാക്ഷി ഫണ്ടിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള തിരിമറി നടന്നിട്ടുണ്ട് എന്നൊരു ആരോപണം ഉയർന്നാൽ അത് സി പി എമ്മിന്റെ അണികൾ വെച്ചു പൊറുപ്പിക്കില്ല. അതാണ് നമ്മൾ പയ്യന്നൂരിലാണെങ്കിലും തളിപ്പറമ്പിലും കണ്ടത്. അത് കേരളത്തിലുടനീളം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ നിന്ന് ഉയർന്ന വിമർശനവും അതിനെ സാധൂകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുഹമ്മദ് റിയാസ് പങ്കെടുക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അതിരൂക്ഷമായിട്ടാണ് പിണറായി വിജയനെതിരെ വിമർശനം വരുന്നത്. പിണറായി വിജയനെതിരെ ഉയർന്ന പ്രധാന വിമർശനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശൈലി, അല്ലെങ്കിൽ ഇത് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്തും അദ്ദേഹത്തിന് ഈ ശൈലി ഉണ്ടായിരുന്നത്. പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ പ്രകോപിതനാകുന്ന, തെരഞ്ഞെടുപ്പ് മൂർച്ഛിച്ചു നിൽക്കുന്ന സമയത്ത് ജി സുധാകരൻ ചെയ്ത് രാഷ്ട്രീയ ചെറ്റത്രം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ ഡാഷ് മോനെ രേവന്തേ എന്ന് വിളിക്കുമ്പോൾ ഡാഷ് മോനെ എന്ന് പറയുമ്പോൾ ഇത്തരം വാക്കുകളിലൂടെയൊക്കെ പൊതുജനങ്ങൾക്കിടയിൽ വളരെ മോശപ്പെട്ടൊരു ഇമേജ് പിണറായി വിജയനുണ്ടായി. ആ ഒരു ഇമേജ് അദ്ദേഹത്തിന് മാറ്റിയെടുക്കാൻ സാധിച്ചില്ല. അത് പാർട്ടിയെ മൊത്തമായി ബാധിച്ചു. ഇങ്ങനെ മോശമുള്ള ഒരു ഇമേജ് ഉള്ള ഒരു വ്യക്തിയെ വെച്ചിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് അദ്ദേഹത്തിന്റെ മാത്രം മുഖം വെച്ച് പ്രചരണത്തിന് ഇറങ്ങുകയും അല്ലെങ്കിൽ പ്രചാരണം നടത്തുകയും ചെയ്ത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി എന്ന രീതിയിലുള്ള വിമർശനമാണ് ഉയരുന്നത്. ഈ വിമർശനങ്ങൾക്കെല്ലാം മറ്റൊരു വശം കൂടിയുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇതിനകത്ത് പറയുന്നു പിണറായി വിജയൻ എന്ന് പറയുന്നത് വളരെ ഏകാധിപത്യ സ്വഭാവത്തോട് പ്രവർത്തിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അദ്ദേഹമുള്ള സമയത്ത് കമ്മിറ്റികൾ മിണ്ടാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിനെ തിരുത്തിയ പല കമ്മിറ്റികളും മുമ്പുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് അത് ഉണ്ടാവാതിരിക്കാനുള്ള കാരണം അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തിന് ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ പോലെ ഒരാളെ വിമർശിച്ച് തങ്ങൾക്ക് കിട്ടിയേക്കാവുന്ന ആനുകൂല്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തണോ എന്നൊരു ചിന്ത ഈ ജില്ലാ നേതൃത്വത്തിലുള്ള ഭൂരിഭാഗം ആളുകൾക്കും ഉണ്ടായിരുന്നു എന്നുള്ള അതിന്റെ പ്രശ്നം. ഇപ്പോൾ അവർ നടത്തുന്ന വിമർശനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ബലക്കുറവ് തോന്നാനുള്ള കാരണം അത് തന്നെയാണ്. ഈ ഒരു വിമർശനം 5 കൊല്ലം മുമ്പ് നടത്തിയിരുന്നെങ്കിൽ സി പി എമ്മിന് ഈ ഒരു ഗതി വരില്ലായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും സി പി എം തിരുത്തി വരട്ടെ. ഒരു വലിയ ശക്തിയുള്ള, അല്ലെങ്കിൽ വളരെ കൃത്യമായി ഇടപെടുന്ന ഒരു പ്രതിപക്ഷമായി മാറാൻ സി പി എമ്മിന് കഴിയട്ടെ. അവർക്കും ഒരു നല്ല ഭരണപക്ഷത്തോടൊപ്പം നല്ല പ്രതിപക്ഷം കൂടി ചേരുമ്പോഴാണല്ലോ ജനാധിപത്യം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. എന്തായാലും നോക്കിയിരുന്ന് കാണാം. നന്ദി.